ഉമേഷ് ബാലകൃഷ്ണൻ SDP ദേശീയ പ്രസിഡന്റ് എം ഫൈസി പ്രസാധകൻ എന്ന പ്രസിദ്ധീകരണത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ കുറിച്ചൊക്കെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. SDP ഏതാണ്ട് ഇടതോരം ചാഞ്ഞായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെന്ന സൂചനയാണ് ആ അഭിമുഖത്തിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാവുക. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദിലീപ് കുമാർ, മൊയ്തീൻകുട്ടി ഫൈസിയുടെ ആദ്യ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം ആദ്യ രാഷ്ട്രീയ ഇന്റർവ്യൂ ആണ്. അതിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു മുന്നണിക്ക്, അത് കേരളത്തിൽ ഒരു മുന്നണിയുമായി സഖ്യമുണ്ടാക്കും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതിന് രണ്ട് നിബന്ധനകൾ, അതിന് സീറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല. രണ്ട് നിബന്ധനകളാണ്. അതായത് അവർക്ക് വിസിബിലിറ്റി വേണം, അവർക്ക് ഒന്നിച്ച് വേദി പങ്കിടൽ, ഒപ്പം സഖ്യമാണ് എന്ന് പരസ്യമായി പറയൽ. ഈ രണ്ട് ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു ആവശ്യം ഉണ്ടായില്ല എങ്കിൽ ഒരു പരസ്യ സഖ്യത്തിലേക്ക് പോകില്ല. അല്ല എങ്കിൽ പരസ്യമായി ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുമായി, അത് ഏത് പാർട്ടി എന്ന് പറയുന്നില്ല, എന്തായാലും മഞ്ചേശ്വരത്തെയും നേമത്തെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ LDFിലേക്കാണ്, അല്ലെങ്കിൽ LDFുമായുള്ള ഒരു സഖ്യത്തിലേക്കാണ് SDP പോക്ക് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ, സീറ്റ് വേണമെന്നില്ല, പക്ഷേ പരസ്യമായി ഒരു വേദി പങ്കിടണം, ഒപ്പം വേദി പങ്കിടുന്നതിനൊപ്പം തന്നെ സഖ്യമാണ് എന്ന് LDF അല്ലെങ്കിൽ ഏത് മുന്നണിയാണോ, UDFിലാണോ LDFിലാണോ ഏത് മുന്നണിയാണോ ആ മുന്നണി പറയുകയും വേണം. എന്തായാലും RSSുമായി ഒരു ചർച്ചയുമില്ല എന്നും ഈ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും നേമത്തും മഞ്ചേശ്വരത്തും ആർക്കാണ് പിന്തുണയെന്ന് SDP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി ഇതേ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ LDFുമായുള്ള ഒരു സഖ്യം, അത് നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മൊയ്തീൻകുട്ടി ഫൈസി ആവശ്യപ്പെട്ടതുപോലെ ഒരു പരസ്യ സഖ്യ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ഇനി കാത്തിരുന്ന് കാണണം. എങ്കിലും അത്തരത്തിൽ പരസ്യ പ്രഖ്യാപനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ വേദി പങ്കിടുന്ന സാഹചര്യങ്ങളടക്കം, അല്ലെങ്കിൽ SDP നേതൃത്വം, SDP പ്രവർത്തകർ പരസ്യമായി തങ്ങൾ വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ആൾക്ക് പരസ്യമായി വോട്ട് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പോലും അതിശയപ്പെടേണ്ടതില്ല. എന്തായാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ ഇന്റർവ്യൂവിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. അത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടായില്ല എങ്കിൽ പരസ്യ സഖ്യത്തിലേക്ക് പോകില്ല എന്നും, അതേസമയം തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം ഏകദേശം തീരുമാനമായി എന്നും ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.